സുഹൃത്തുക്കളെ, ഇപ്പോ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലേ? ആ വിഷയം ഒരു കാരണവശാലും ചർച്ചയ്ക്കെടുക്കരുത്. അത് മുസ്ലിം പൗരോഹിത്യത്തിന്റെ നട്ടെല്ല് തകർക്കും. അതുകൊണ്ട് ഇപ്പോഴിതാ പുതിയ മാപ്പുമായി വന്നിട്ടുണ്ട് മുസ്ലിം പുരോഹിതർ. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? നിർമ്മല കോളേജിന്റെ 50 മീറ്റളവ് ചുറ്റളവില് ഏതാണ്ട് ഒരു 2-3 പള്ളികൾ ഉണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഈ പള്ളികളിൽ ഒരു രൂപത്തിലും ഇവർ നമസ്കാരം അനുവദിക്കില്ല. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ലല്ലോ. ആ വിഷയം ചർച്ചയ്ക്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടി പുതിയ ഉഡായിപ്പ് നിങ്ങൾ കണ്ടോ? അതായത് കുട്ടികൾക്ക് തെറ്റുപറ്റിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കുട്ടികൾ ആദ്യം സമീപിക്കേണ്ടിയിരുന്നത് പള്ളിയെ ആയിരുന്നില്ലേ? ആദ്യം മുസ്ലിം പള്ളിയെ സമീപിച്ച്, ഞങ്ങൾ കുറച്ച് മുസ്ലിം കുട്ടികൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം പള്ളിയിൽ ഉണ്ടാക്കി തരണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്നും ആസൂത്രിതമല്ലെന്ന്? ഇതൊന്നും ഒരു പ്രീ പ്ലാനിങ്ങിന്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? തെറ്റ്. നമ്മുടെ ആ നിഷ്കളങ്കമായ ചിന്തയ്ക്കാണ് ചികിത്സ വേണ്ടത്. പള്ളിയിൽ അങ്ങനെ ഞങ്ങൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ സൗകര്യം വേണം എന്നാവശ്യപ്പെടാനുള്ള ധൈര്യം ഇവർക്കില്ല. പള്ളി മഹല്ല് സെക്രട്ടറിയുടെ വീട്ടിന് മുമ്പില് വാഴയിലയിൽ റീത്ത് വെട്ടിവെച്ചിട്ട് മാധ്യമങ്ങളെ വിളിച്ച് കാണിക്കാനുള്ള ധൈര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് പള്ളിയിൽ കയറി ഞങ്ങൾക്ക് നമസ്കരിക്കണ്ട, അവിടെ മുസ്ലിം സ്ത്രീകളെ കയറ്റിയില്ല എന്ന് കരുതി ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് കയറിയേ പറ്റൂ, നമസ്കരിച്ചേ പറ്റൂ. അവിടെ ആദ്യം ഞങ്ങൾക്കൊരു നമസ്കാര റൂമും ക്രമേണ ഞങ്ങൾക്കൊരു പള്ളിയും അനുവദിച്ച് കിട്ടിയേ പറ്റൂ. മുമ്പ് ഒരു വിഷയമുണ്ടായി, നമുക്കൊക്കെ അറിയാം. ഞാനൊക്കെ പല ആവർത്തി ആ വിഷയം സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന സഹപാഠിയായ 8-7 വയസ്സുള്ള കുട്ടി, അവനെ എങ്ങനെ മതം പഠിപ്പിക്കണം, എന്നിട്ട് ഞമ്മന്റെ മതത്തിലേക്ക് അവനെ എങ്ങനെ മാറ്റണം. 7-8 വയസ്സുള്ള കുട്ടിക്ക് MM അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലൂടെ കൊടുക്കുന്ന കോച്ചിങ് കണ്ടവരാണ് നമ്മൾ എല്ലാവരും. ഈ ക്രിസ്ത്യൻ സഭ എവിടെ പോയിരുന്നു? അവര് പ്രതികരിച്ചോ? സംഘികൾ എവിടെ പോയിരുന്നു? ഊട്ടിക്ക് ടൂറ് പോയിരുന്നോ? നിങ്ങളുടെ പ്രതികരണ ശേഷിയൊക്കെ അങ്ങും ഇങ്ങും കുറച്ച് യൂട്യൂബേഴ്സ് എന്തൊക്കെയോ പറഞ്ഞു എന്നതല്ലാതെ നിങ്ങൾ ആരെങ്കിലും നിയമപരമായി കോടതിയെ സമീപിക്കാൻ തയ്യാറായോ? 8 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കേണ്ടത്, 7 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കേണ്ടത് മതം മാറ്റമല്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകൾ എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കാൻ തയ്യാറായോ? എന്തേ പ്രതികരിക്കാത്തത്? കൊച്ചുകുട്ടികളെ അടക്കം ഒരു സിനിമ പ്രദർശിപ്പിച്ചു. അയ്യോ, അത് ചരിത്ര സിനിമയാണ്, അത് കുട്ടികൾ കാണേണ്ടതാണ്, ഗുജറാത്ത് കലാപത്തെ കുറിച്ചിട്ടല്ലേ, അത് കുട്ടികളൊന്ന് കണ്ടോട്ടെ, നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററി അല്ലേ, കേരള സ്റ്റോറി കാണിക്കാൻ നിങ്ങൾ എന്തേ വ്യഗ്രത കൊണ്ട് മുന്നോട്ട് വന്നില്ല? അതിൽ നിങ്ങളുടെ സദാചാരം തകർന്നു പോയോ? അതിൽ നിങ്ങൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്തേ ഇല്ലാത്ത കാരണം? അപ്പൊ നമ്മുടെ മൊറാലിറ്റി എപ്പോഴും എതിർഭാഗത്ത് വരുന്ന കക്ഷികളെ ആശ്രയിച്ചിരിക്കും അല്ലെ? എതിർഭാഗത്ത് വരുന്ന മതവിഭാഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലേ നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ ജനാധിപത്യ സംരക്ഷണം, നമ്മുടെ മതേതരത്വം. കൊള്ളാം. ഇവിടെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്കൂളിലെ, പീസ് സ്കൂളിലെ കൃത്യമായി 7-8 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിച്ചു. അപ്പോഴേക്ക് MM അക്ബർ ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരന് മനസ്സിലാകാത്ത രൂപത്തിൽ പ്രതികരിച്ചു പോയി. എത്ര പ്രതികരണം ഉണ്ടായി നമ്മുടെ സമൂഹത്തില്?
നിന്റെ കഴുത്തിലുള്ള കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെച്ച് ചന്ദനക്കുറിയൊക്കെ തുടയ്ക്കടാ. നീ ഹലാൽ ഭക്ഷണം കഴിക്കടാ. നിന്റെ പേരങ്ങ് മാറ്റിക്കോ. സത്യസാക്ഷ്യ വാക്യം നീ ചൊല്ലടാ. ഷഹാദ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും നീ അങ്ങ് സാക്ഷ്യം വഹിക്ക്. ഏറ്റവും ഒടുവിലത്തതും മാരകമാണ് എന്ന് അന്ന് ക്രിസ്ത്യൻ സഭ മനസ്സിലാക്കി പ്രതികരിക്കാതെ പോയത് കൊണ്ടാണ് ഇന്ന് ഇവരുടെ തൊടയിൽ തന്നെ നുള്ളു കിട്ടിയത്. റൺ അവേ ഫ്രം ദി പേരൻസ്. കാഫിറായ പേരൻസിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോ മോനെ. എങ്ങോട്ടാ ഓടി രക്ഷപ്പെടേണ്ടത്? ഇരുമ്പ് ചെട്ടി തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ഐസിസിലേക്ക് പോയാ മതിയോ? സിറിയയിലേക്ക് പോയാ മതിയോ? അഫ്ഗാനിലേക്ക് പോയാ മതിയോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ട വസ്തുതകളാണ്. നമ്മുടെ നാട്ടിലുള്ള സ്കൂളിൽ ഉണ്ടായിരുന്ന വസ്തുതകളാണ് ഇതൊക്കെ. അന്ന് പ്രതികരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കാലം അങ്ങനെയാ. കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറയാറില്ലേ, തിരിച്ചു കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്തല്ല, പണ്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോ പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും കിട്ടിയിരിക്കും. മനസ്സിലായ? പണ്ടൊക്കെ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. അന്ന് ജോസഫ് മാഷുടെ വിഷയത്തിൽ പോലും പാഠം പഠിക്കാത്ത ഇവർ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് വന്നില്ല. പിന്നീട് പൂഞ്ഞാറ് വിഷയത്തിൽ ഇവരുടെ പള്ളിമേടയിലേക്ക് കാറുകളും ബൈക്കുകളുമായി പ്രായപൂർത്തി പോലുമാകാത്ത ജിഹാദി കുഞ്ഞിക്കാലന്മാർ ഇരച്ചു കയറി. ഈ കുട്ടിക്കാലന്മാർ സഹവൈദികൻ വന്ന് എന്താണ് കാര്യം, ഇവിടെ കുർബാന നടക്കുവാണ്, നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാ. ആ സമയത്ത് ക്രിസ്ത്യൻ സഭയ്ക്ക് മനസ്സിലായി ഇതേ പണി പാളും. ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമുക്കിനിയും പണി കിട്ടിക്കൊണ്ടിരിക്കും. ഈ ജനാധിപത്യ രാജ്യത്ത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മതമില്ലാത്തവർക്കും ഇതര മതവിഭാഗങ്ങൾക്കുമൊക്കെ ഒന്നുപോലെയാണ് ജനാധിപത്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യമെന്നും എല്ലാവർക്കും ഒന്നുപോലെയാണ് ഭരണഘടനാ അവകാശങ്ങളെന്നും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കാൻ സമയമെടുത്തു. ഒരുപാട് അനുഭവങ്ങളും വേണ്ടി വന്നു. ആ വിഷയം നിങ്ങൾ തന്നെ കണ്ടോ. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? 1, ഉടൻ അഹമ്മദ് അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5, ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇതാ പാഠപുസ്തകം പറയുന്നു, പുട്ട് എബവ് അഡ്വൈസ് ഇൻ കറക്റ്റ് ഓർഡർ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ടു ദ ക്ലാസ്. അതെ, അതില് അവർക്ക് ഞാനതാണ് പറഞ്ഞത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് മാത്രമല്ല, ഇത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം. ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏത് ഉപദേശമാണ് ശരി? അതാണ് പറഞ്ഞത്. അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ 5 സ്തംഭങ്ങളാണ് ഇസ്ലാമിനുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോ. 8 വയസ്സുകാരനെ പീസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത്. അടുത്ത ബെഞ്ചിൽ തന്നോടൊപ്പം അടുത്തിരിക്കുന്ന ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരിക്കുന്ന തന്റെ സഹപാഠിയായ കാഫിറിനെ എങ്ങനെ മതം മാറ്റണം? 8 വയസ്സുകാരനെ പഠിപ്പിക്കേണ്ടുന്ന പാഠഭാഗമാണോ ഇത്? ആണോ? അവനെ എങ്ങനെ മതം മാറ്റണം? ആദ്യമായിട്ട് അവന്റെ പേര് മാറ്റണം. സത്യസാക്ഷ്യവാക്യം ചൊല്ലണം. കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ കൊന്തയോ നൂലോ ചന്ദനക്കുറിയോ ഒക്കെ മാറ്റിക്കോ. ഹലാൽ കഴിക്കാൻ പറയണം.
ഇതൊക്കെ നമ്മുടെ ഈ കേരളക്കരയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതയാ. ആ സമയത്ത് സഭയുടെ പ്രതികരണം ഊട്ടിക്കോ കൊടൈക്കനാലിനോ ടൂറ് പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് പ്രതികരിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇതാ പാഠപുസ്തകം പറയുന്നു, put the above advice in correct order and explain the reason to the class. അതെ, അതില് അവർക്ക് ഞാനതാണ് പറഞ്ഞത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് മാത്രമല്ല, ഇത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം പോകട്ടെ. ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏത് ഉപദേശമാണ് ശരി? അതാണ് പറഞ്ഞത്, അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇത്രയും കാലവും എന്തേ ഷഹാദ പഠിച്ചിട്ടില്ലേ കുട്ടികൾ? ആരും ഒരു സ്ഥാപനങ്ങളിലും ഷഹാദ പഠിപ്പിച്ചിട്ടില്ലേ? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഇന്ന് വരെ കുട്ടികൾ പഠിച്ചിട്ടില്ലേ? ആ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന പാഠഭാഗമാണോ ഇത്? എങ്ങനെ മതം മാറ്റാം പഠിപ്പിക്കുക. എന്നിട്ടും ഇവർക്ക് മതിയായിട്ടില്ല. കിടന്ന് ചക്രശ്വാസം വലിച്ച് കറങ്ങി തിരിഞ്ഞ് ന്യായീകരിച്ച ഐസ് കട്ടയിലുള്ള പെയിന്റടി തുടരുന്നു. ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ 5 സ്തംഭങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്നാമത്തെ സ്തംഭം ഷഹാദയാണ്, അഥവാ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയണം എന്നാണ്. അല്ല, ഈ 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണോ? മദ്രസയിൽ ഞങ്ങൾ 1ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. മദ്രസയിൽ മതം മാറ്റമാണോ പഠിപ്പിക്കുന്നത്? അല്ല, മദ്രസയിൽ ഒരാള് ഒരു മതം മാറ്റം പഠിപ്പിക്കാനല്ലോ, ഒരു മതം മാറ്റത്തെ കുറിച്ചാണ്. അല്ല, ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കോണ്ടെക്സ്റ്റ്. അതെ, മതം മാറുക എന്ന് പറയുമ്പോൾ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം എന്നില്ലേ? ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ടും അറിയണ്ടേ? അത് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ? അല്ല, തീർച്ചയായും അത് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മതം മാറ്റം, ഒരു സുഹൃത്ത് മതം മാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. 2ാം ക്ലാസ്സിൽ മതം മാറ്റം പഠിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അല്ല, ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാക്കുന്നു എന്നല്ല. അല്ല, വർഗീയത ഞാൻ പറയാം. ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് കറക്റ്റ് ഓർഡറിൽ വെക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് കഴുത്തിലെ കുരിശ് നീക്കുക, വേറൊന്ന് അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഉപദേശം? അതാണ് പറഞ്ഞത്, അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ശരിയല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ സ്കൂളിലെ റെക്കോർഡ്സ് ഒക്കെ എല്ലാവർക്കും പരിശോധിച്ചാൽ. അത് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പാഠപുസ്തകം? ഞങ്ങളല്ലല്ലോ, ഈ പാഠപുസ്തകം തെരഞ്ഞെടുത്ത പുസ്തകമാണ്, ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു പുസ്തകം. ആ പുസ്തകം ഞങ്ങൾ സെലക്ട് ചെയ്തു. മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ കാണും, അതൊക്കെ ഒരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയല്ല, ഇസ്ലാമിക് സ്റ്റഡീസിൽ അതില് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം. തീർച്ചയായും ഇപ്പോ CBSE പുറത്തിറക്കിയ CBSE പുറത്തിറക്കിയതല്ല, അല്ല, CBSEയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ CBSEന്റെ കരിക്കുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള ഇങ്ങനെയല്ല മറ്റു രൂപങ്ങളിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുക. അതല്ലെങ്കിൽ NCERT തന്നെ പുറത്തിറക്കുന്ന പുസ്തകങ്ങളിൽ, ഇപ്പൊ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ, മുമ്പ് ഉള്ള പുസ്തകങ്ങളിൽ, ആ പുസ്തകങ്ങളിൽ കേരള ഗവൺമെന്റിന് പാഠഭാഗം പിൻവലിക്കേണ്ടി വന്നിട്ടില്ലേ? അല്ല, ഇത് വിവാദമല്ലല്ലോ. രാഷ്ട്രീയം മാത്രമല്ല, പിൻവലിക്കേണ്ടി വന്നിട്ട് അത് സമാനമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണല്ലോ. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട്, നിന്റെ അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയായ ആളുടെ പേര് മാറ്റാൻ, അവന്റെ അമുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ, കഴുത്തിലെ കുരിശ് നീക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഇതില് അത് ആവശ്യപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? ശരിയായ ഓർഡറിൽ എഴുതുക. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ടതെന്നൊരു ഓപ്ഷൻ അതിലില്ലല്ലോ. എവിടെ? അതാണല്ലോ ടീച്ചേഴ്സ് മാനുവലിലുള്ളത്. ടീച്ചേഴ്സ് മാനുവലും പാഠപുസ്തകവും വ്യത്യസ്തമാകുന്നത്. അതെ, ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവര് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇതൊന്നുമല്ല,
മറിച്ച് ഷഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കളിൽ നിന്ന് പിന്നെ മാറി നിൽക്കുക എന്നതാണ്. അത് ശരിയായ ഓപ്ഷൻ അല്ല. അത് കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കണം. ഇതെല്ലാം ടീച്ചേഴ്സ് മാനുവലുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവായ സംഘങ്ങൾ നോക്കൂ. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്റിമേറ്റ് ഫ്രണ്ട്, ഇനി ഒരു മുസ്ലിം അല്ലാത്തൊരു കുട്ടി ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം എന്ന വലിയൊരു മെസ്സേജ് അല്ലെ. അതോടൊപ്പം കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ ഇന്റിമസി. അത് തന്നെയാണ് പറയുന്നത്. അത് പുതുതായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ അങ്ങനെ ആയിരുന്നു. കേരളത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള അർത്ഥത്തിലല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളത്. ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത സുഹൃത്ത് വേറെ മതസ്ഥരായ കുട്ടികൾ ആകാതിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായി പുതുതായി പഠിപ്പിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും ആ സ്വാഭാവികം നിലനിൽക്കേണ്ടതുണ്ടല്ലോ. ഈ കേരളത്തിൽ മാത്രം പഠിപ്പിച്ചൊരു പുസ്തകം അല്ലല്ലോ ഇത്. ഇന്ത്യയിലേക്ക് മറ്റു പല സ്ഥലങ്ങളിലേക്കും നമുക്കറിയാവുന്നത് പോലെ റിലീജിയന്റെ ബേസിസിൽ സെഗ്രിഗേഷൻ നിലനിൽക്കുന്ന, പോളറൈസേഷൻ നിലനിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ബോംബെയിൽ നിന്നാണല്ലോ ഇതിന്റെ പബ്ലിക്കേഷൻ. അതിന്റെ ഒരു പ്രിമൈസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ല, അപ്പോ ഏതൊക്കെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു സ്കൂൾ, ചക്കരപ്പറമ്പിലെ സ്കൂളിൽ മാത്രമല്ല പല സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, മറ്റു പാഠപുസ്തകങ്ങളിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ്, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ യുദ്ധം ജയിക്കുന്നു, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധമായതുകൊണ്ടാണ്, ഇമ്മട്ടിലുള്ള പ്രബോധനം ശരി, താങ്കൾക്കൊരു മതപ്രബോധകൻ എന്നുള്ള നിലയിൽ നടത്താം. പക്ഷേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. പീസ് സ്കൂൾ MM അക്ബറിന്റെ സംഘടന നടത്തുന്ന ഒരു സ്കൂളിലെ മാത്രമേ ഇവിടെ ചർച്ചയായിട്ടുള്ളൂ. എന്തിനാണ് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത്? ആരെയാണ് മതം മാറ്റേണ്ടത്? മതം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് ആദ്യമായി നൽകേണ്ടുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? 5 ഉപദേശം പഠിപ്പിക്കുക. 8 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് 8 വയസ്സുകാരനോട് പഠിപ്പിക്കുക പാഠപുസ്തകം വഴി. ഇത് വെച്ച് നോക്കുമ്പോ നമസ്കരിക്കാൻ കോളേജിനകത്തൊരു സ്പേസ് ചോദിച്ചത് വലിയ കാര്യമാണോ? ഇതെന്നു തുടങ്ങിയതാണെന്നറിയാമോ? ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ അജണ്ടകളല്ല ഇത്. കാലാകാലങ്ങളായി ഇതേ ആശയം ഇവര് വെച്ച് പുലർത്തിക്കൊണ്ടുവരുവാണ് നമ്മുടെ നാട്ടില്. ചോദിക്കാൻ ആരുമില്ല, പറയാനും ആരുമില്ല. ഇപ്പോഴാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഏതാണ്ട് കണ്ണു തുറന്നത്. അവർക്ക് ബുദ്ധി വെച്ചു. ഇപ്പൊ അവർക്ക് മനസ്സിലായി, അയ്യോ, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിപ്രവേശമില്ലാത്തതിന് ചർച്ചയെങ്ങാനും ആകുമോ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ അവസരം ചോദിച്ചതിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുപിടിച്ച വിമർശനം നടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളി നമ്മുടേതാ. ഇനി അത് വലിയ ചർച്ചയ്ക്ക് കാരണമാകുമോ എന്ന് ഭയന്നിട്ട് അവരെ മാപ്പുമായി വന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. അതായത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാമോ പാടില്ലേ എന്ന വിഷയം ഒരു കാരണവശാലും ഇവിടെ ചർച്ചയ്ക്ക് എടുക്കരുത്. ഇവിടെ ചർച്ചയ്ക്ക് എടുക്കരുത്. ഇതാ പള്ളി മഹല്ല് കമ്മിറ്റി വന്നിട്ടുണ്ട്, നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാമല്ലോ. ഞങ്ങള് മൂവാറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള 2 മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമുമാരുമാണ് നിർമ്മല കോളേജിലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാൻ എത്തിയത്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത്. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി
ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായ കുട്ടികൾ മണിക്കൂറുകളോളം പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചത് തെറ്റല്ല. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് മണിക്കൂറുകളോളം പ്രതിസന്ധി സൃഷ്ടിച്ചത് തെറ്റല്ല. തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്ന് ആവശ്യപ്പെടാത്തത് തെറ്റല്ല. ആ സ്ഥാപനത്തിന്റെ ചുറ്റളവിൽ 3ഓളം പള്ളികൾ ഉണ്ടായിട്ട് അതിലൊരു പള്ളിയിലും പോയി നമസ്കരിക്കണ്ട, മുസ്ലിം സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ടോ ഇല്ലേ, ആ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറല്ല. മുസ്ലിം പള്ളികളിലെ മഹല്ല് കമ്മിറ്റിക്കാർക്കോ പള്ളി സെക്രട്ടറിയുടെയോ വീടിന് മുമ്പിൽ ഒരു വാഴയില വെട്ടി റീത്ത് വെക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പൽ ജസ്റ്റിൻ കുര്യാക്കോസിന്റെ വീടിന് മുമ്പിൽ വാഴയില വെട്ടി അവര് റീത്ത് വെച്ചു. ഈ കോളേജിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ പോയി നമസ്കരിക്കാൻ അവർക്ക് പറ്റില്ല. അതൊന്നും ഒരു വിഷയവുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിർമ്മല കോളേജിനകത്ത് ഇവർക്ക് ഒരു പള്ളി റൂം വേണം. ക്രമേണ അവരത് പള്ളിയാക്കിക്കൊള്ളാം. മനസ്സിലായോ? ഇത് പ്രകോപനമാണ്. ഇത് എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് നിങ്ങൾ പ്രവേശനം നൽകാത്തത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ കൂലങ്കശമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ആ ചർച്ചയിൽ നിന്നും ജനങ്ങളെ വഴിതിരിച്ചു വിടാൻ മാപ്പുമായി വരേണ്ടി വന്നു. ഇതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന വസ്തുത. എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ, സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ 5 പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാനേജ്മെന്റുമായി സംസാരിച്ചതും വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരിയുകയും ചെയ്തിട്ടുള്ളത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ, സംഭവം എന്ന് തന്നെ പറയുന്നില്ല, വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിന്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി. എൻ്റെ പേര് PSA ലത്തീഫ്, മൂവാറ്റുപുഴയിലെ പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം നമ്മുടെ മഹീദ് ജുമാ മസ്ജിദിൻ്റെ ഇമാമാണ് നിസാർ മൗലവി. അദ്ദേഹം ആ മസ്ജിദിൻ്റെ കമ്മിറ്റി പ്രസിഡന്റാണ് ശ്രീ സയ്യിദ് മുഹമ്മദ് സാഹിബ്. നമ്മുടെ സെൻട്രൽ മസ്ജിദ് മൂവാറ്റുപുഴ കേന്ദ്രമായി 2 മഹല്ലുകളാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. സെൻട്രൽ മസ്ജിദിൻ്റെ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി അവരുകൾ, അവിടുത്തെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം സാഹിബ് കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഡീൻമാരെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും മാനേജർ ഉണ്ടായിരുന്നു. എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ രീതികൾ സംബന്ധിച്ച്, നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ച് വഴിതെറ്റാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, പുതിയ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരുമായി ഇരിക്കാനും സമ്മതിക്കാനും ഈ 5 പേര് ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ തയ്യാറായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. ഇപ്പോ ഇവരുടെ വിഷയം, ഈ മാപ്പുമായി ഇവർ വന്നത് തന്നെ അയ്യോ ഇസ്ലാമിനെ വലിച്ചിഴയ്ക്കുന്നു, മുസ്ലിങ്ങളുടെ പേരിലാണല്ലോ ഈ ആരോപണം വരുന്നത്, അയ്യോ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. ഈ 2 വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കാര്യം മനസ്സിലായോ? ഇത് സങ്കുചിതമായ മനോഭാവത്തിൽ മതം വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ നിരന്തരം പ്രചരിപ്പിക്കുന്ന മുസ്ലിം കുട്ടികൾക്ക് ഹിഡനായി ഇവര് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെ. നോക്കോ, കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ
ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരിക. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നത് ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം PTA കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. എങ്ങനെയുണ്ട്? ഇതൊരു തുടക്കമാണെന്ന്. ഇത് പലതിനുമുള്ള തുടക്കമാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പള്ളികൾ തുടങ്ങാൻ നിർമ്മല കോളേജിൽ ഒരു മുസ്ലിം പള്ളി വരും. തുടക്കത്തിൽ നിങ്ങൾ 1-2 പേര് മതി. ഒരാള് ഷാളിട്ട് ക്ലാസ്സിന് പുറത്ത് ക്ലാസ്സിനകത്ത് ഒരു മൂലയ്ക്ക് നമസ്കരിച്ചാൽ മതി. ക്രമേണ ബാക്കി എല്ലാ കാര്യങ്ങളും വന്നോളും. നമുക്ക് മനസ്സിലായോ? ഇതാണ് ഇവിടെയും വർക്കൗട്ട് ആയിട്ടുള്ള സംഭവം. കുട്ടികൾക്ക് തെറ്റുപറ്റി ഖേദപ്രകടനവുമായി ഇവര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം മതം ഇതാണോ പഠിപ്പിക്കുന്നത് ചർച്ചയാകുന്നു. നിങ്ങളൊന്ന് തുടങ്ങി വെച്ചാ മതി, അള്ളാഹു അതങ്ങ് വിജയിപ്പിച്ചോളും. നിങ്ങൾക്ക് മുസ്ലിം പള്ളിയല്ലേ വേണ്ടത്? ആ പള്ളിയൊക്കെ ക്രമേണ ഉണ്ടായിക്കോളും. നിങ്ങൾ ആരെങ്കിലും ഒരാള് ശബ്ദമുണ്ടാക്കിയാ മതി. ബാക്കി കാര്യങ്ങള് ക്രമേണ അങ്ങ് നടന്നോളും. ആ രൂപത്തിൽ പലപ്പോഴും നടത്തി തെളിയിച്ചിട്ടുള്ള ആളുകളാണിവർ. ഇവരിത് സമൂഹത്തോട് ഇന്ന് വിളിച്ചു പറയുന്നു. ഇവര് വിചാരിക്കുന്നത് പോലെ എല്ലായിടത്തും മുസല്ല വിരിക്കാൻ പറ്റുമെന്നാണോ ഇവര് വിചാരിക്കുന്നത്? ക്ലാസ് മുറിയിലാണ് ഇപ്പോൾ ഇവർ നമസ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് ഈ കോളേജിൽ ഒരു റൂം വേണം. ആദ്യം ക്ലാസ് മുറി നമസ്കാരമാക്കി, പിന്നീട് ഇവർക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം വേണം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മാത്രമല്ല ഈ അവസ്ഥയുള്ളത്. നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനു മാത്രമല്ല ഈ തടഞ്ഞുവെക്കൽ വിദ്യാർത്ഥികളിൽ നിന്നും നേരിട്ടിട്ടുള്ളത്. പലപ്പോഴും പലരും ഇത്തരം വിഷയങ്ങൾ ഒതുക്കി തീർക്കുവാണ്. ഇപ്പോഴിതാ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ നുസ്രത് ജഹാൻ തന്റെ പ്രതികരണം അറിയിക്കുവാണ് മാധ്യമങ്ങളിലൂടെ. എല്ലാ സ്ഥലത്തും നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കല്ലേ. ഏത് പടച്ചോനെയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത്? എല്ലായിടത്തും ഐനമാ തവല്ലു ഫസമ്മ വജ്ഹുല്ലാ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഒക്കെ പടച്ചോന്റെ മുഖമുണ്ട്. പിന്നെ നിങ്ങൾ ഏത് പടച്ചോനെയാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്? അവര് പറയുവാണ്, ശാന്തമായി ദൈവവുമായി സംസാരിക്കുന്ന സമയമാണ് നമസ്കാരം. മുനാജാത്ത് എന്നാ പറയാ, അഭിമുഖ സംഭാഷണം. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം. അതിനകത്ത് വേണ്ടത് ഇഹ്സാനാണ്. ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധം. എന്നിട്ട് അവര് പറയാണ്, നാമം ജപിക്കാൻ ഒരുങ്ങുമ്പോ കയ്യും കാലും വെള്ളം ചേർത്ത് ശുദ്ധിയാക്കി വേണം വേദപുസ്തകം എടുക്കാൻ എന്ന് വേദത്തിൽ പറയുന്നു. ഇത് തന്നെയാണ് നമസ്കാരത്തിലും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട നമസ്കാരം പ്രിൻസിപ്പലിനോട് വഴക്കുണ്ടാക്കി കുടി പിടിച്ചിട്ടാണോ നമസ്കരിക്കാൻ പോകേണ്ടത്? നുസ്രത് ജഹാന്റെ ചോദ്യമാണ്. പ്രതിഷേധത്തിന് ചുക്കാൻ പിടിക്കുന്ന SFI,
MSF വിദ്യാർത്ഥി സംഘടനകളെയും നുസ്രത് ജഹാൻ വിമർശിച്ചു. SFIക്ക് എന്നാണ് ദൈവവും പടച്ചോനും ഒക്കെ ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല എന്നവർ പറഞ്ഞു. കോളേജിൽ നമസ്കാര മുറി വേണം എന്ന് വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് പള്ളികളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത്? ഇത് തന്നെയാണ് നമ്മളും ഈ വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞ അന്ന് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പള്ളികളിൽ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചൂടെ? ഇതേ സമയം നിർമ്മല കോളേജ് അധികൃതർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് അതും കൂടി കേൾക്കണമല്ലോ ഈ സാഹചര്യത്തിൽ. കോളേജിൽ നിസ്കാര സ്ഥലം അനുവദിക്കണമെന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. നിസ്കരിക്കാൻ കോളേജിന് സമീപം പള്ളി ഉണ്ടായിട്ടും കോളേജിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാപ്പും കോപ്പും അല്ലാതെ വഴിയുണ്ടോ? കാരണം ഇനി ഈ കുട്ടികൾക്ക് അവിടെ പഠിക്കണ്ടേ? ഈ കുട്ടികൾക്ക് അവിടെ പഠിക്കണമല്ലോ. ഇവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. എന്ത് സംഭവിച്ചാലും ശരി, ഒരു നമസ്കാര പള്ളി, ഒരു നമസ്കാര റൂം ഇവിടെ സാധ്യമല്ല. ക്രിസ്ത്യാനികളുടെ നല്ല മനസ്സ് കാണണമെങ്കിൽ ആ പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് കുട്ടികൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ? കാരണം പ്രിൻസിപ്പലിനെ ആണല്ലോ തടഞ്ഞു വെച്ചത്. അവർക്കെതിരെ അവരെ ഇനിയും കോളേജിൽ നിന്നും പഠിക്ക് പുറത്താക്കുമോ? അവർ ഇലാഹിയ കോളേജുകളിലോ അതല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് MESനൊക്കെ ഒരുപാട് സ്ഥാപനമുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി പഠിച്ചോളെ. ഇനിയും ഇത്തരം നമസ്കാരക്കാരും അപ്പിക്കുപ്പായക്കാരും ഇത്തരം പ്രകടനക്കാരും ഒന്നും ഈ കോളേജിൽ വേണ്ട എന്ന് 71 വർഷത്തെ പാരമ്പര്യമുള്ള കോളേജ് തീരുമാനിക്കുമോ? അദ്ദേഹം പറയട്ടെ. പെരുമാറേണ്ടത് എങ്ങനെയാണ്, അവരുടെ ഇടപെടൽ എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് കുട്ടികൾ വ്യക്തമായിട്ട് അവരുടെ ഹാൻഡ് ബുക്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന നിയമാവലികളുണ്ട്. അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങൾ കോടതിനോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഹാനികരമാകുന്ന നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കോടതിയിൽ വ്യക്തമായിട്ടുള്ള ധാരണയും നിലപാടുണ്ട്. അപ്പോൾ അതിന്റെ രീതികൾ അതിനനുസരിച്ച് അച്ചടക്ക നടപടികൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയിലെ സമിതികൾ ആലോചിക്കുകയും അതിനകത്ത് തീരുമാനം എടുക്കുകയും അത് കുട്ടികളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ അതിനുള്ളൊരു സമയമല്ലല്ലോ. അങ്ങനെ ഒരു വിചാരത്തിലോ അല്ല നമ്മളിപ്പോ നിലനിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഈ നന്മ നിറഞ്ഞ കാഴ്ചപ്പാടുകൾ, അതായത് നിർമ്മല കോളേജ് ഇതുവരെ പാലിച്ചിരുന്ന ഈ സുതാര്യവും അതോടൊപ്പം ശക്തവുമായ നിലപാട്, അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഒരു ഇസ്ലാമിക സ്ഥാപനത്തില് ഒന്ന് ആലോചിക്കണം. കുറച്ച് ഹിന്ദു കുട്ടികൾ സമരം ചെയ്യുന്നു, ഞങ്ങൾക്ക് പൂജാമുറി വേണം. അവിടെ കുറച്ച് ക്രിസ്ത്യൻ കുട്ടികൾ ഞങ്ങൾക്ക് ബൈബിള് വായിക്കണം, അതിനൊരു സൗകര്യം, അതിനു വേണ്ടി ഒരു റൂം ഒരുക്കണം. എന്തായിരിക്കും മുസ്ലിം മാനേജ്മെന്റ് ആദ്യം ചെയ്യുക? കുട്ടികളോട് പറയും, അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോയി നിങ്ങൾ പഠിച്ചു, TC എഴുതി കൈ കൊടുത്തേക്ക്. അവർക്ക് TC കിട്ടും അപ്പോൾ തന്നെ കയ്യിൽ. കാരണം ഇത്തരക്കാരി കോളേജിൽ പഠിക്കണ്ട. നിങ്ങൾക്ക് കോളേജിൽ വരുന്നത് മതം പഠിക്കാനാണ്, മതം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് എന്ന ഒരു ധാരണ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചോ എന്ന് തന്നെയല്ലേ പറയൂ? നിങ്ങൾക്ക് നല്ലത് അത്തരം സ്ഥാപനങ്ങളാണ് എന്ന് തന്നെയല്ലേ പറയൂ? നിങ്ങളെ ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല എന്നേ പറയൂ. പക്ഷേ ഇവിടെ നോക്ക്, സ്ഥാപനം കൃത്യമായി അവരുടെ നിലപാടുകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല. ഇത്രയും കാലവും ഈ കോളേജ് മുന്നോട്ട് വെച്ച മതേതരത്വം, അതിനെ സംരക്ഷിച്ച് പൊതുജനങ്ങളുടെ ഒരു പൊതുജന വികാരമുണ്ട്, ജനാധിപത്യം, അതിനെയും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ്, കോളേജിന്റെ നിയമങ്ങൾ പറഞ്ഞ്, ജനാധിപത്യം എന്താണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കുട്ടികൾ ഇനിയും പഠിച്ചോട്ടെ. അവരോടിപ്പോ നമ്മള് വികാരപൂർവം പെരുമാറേണ്ടുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ.
അതുകൊണ്ട് അവരോട് വിവേകത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ തുടർന്ന് പോകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ വിഷയത്തില്? എന്താണ് BJPയുടെ നിലപാട് എന്നുകൂടി നമ്മൾ അറിയണമല്ലോ. കാരണം ഇത്തരം വിഷയങ്ങളിൽ എങ്ങാനും ഇവര് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണം. ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല കേരളത്തിൽ. അതാണ് മുസ്ലിം സ്ഥാപനങ്ങളല്ല, പള്ളികളില് മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവർക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. പ്രകോപനപരമായി കുട്ടികൾ. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ? എത്രയോ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത്? KSUക്കാരും SFIക്കാരും കോൺഗ്രസുകാരും CPMകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിനെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല. അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? മുസ്ലിം മാനേജ്മെന്റുകൾ മറ്റ് മതസ്ഥരെ അതിന് അനുവദിക്കുമോ? നമ്മളുടേത് ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത്. ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സത്യം. കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ ചില സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് കേവലം യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു. മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത്. ഏതാണ്ട് 95% മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത്. ഇത് തീവ്ര ചിന്താഗതിക്കാരാണ്. ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും UDFും എടുക്കുന്നത്. സാധാരണ കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിന്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞ് എപ്പോഴും രംഗത്ത് വരുന്ന ആൾക്കാരാണല്ലോ. എന്താണ് അവരുടെ നിലപാട്? അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാര്യം പോലെ പറയണം. അതാണ് പ്രതികരിക്കേണ്ടുന്ന സമയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കണം. ഈ നാടിന്റെ ഒരു രീതി അനുസരിച്ച് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തില്, ഒരു ഹിന്ദു സ്ഥാപനത്തില്, ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മുറി, അതും ഇതര മതവിഭാഗങ്ങൾക്ക്. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തില് ഇവർ കൊടുക്കുമോ? അങ്ങനെ ഹിന്ദുക്കൾക്ക് പൂജിക്കാനും അതുപോലെ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യം ഇവർ കൊടുക്കുമോ? അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഹിന്ദു കുട്ടിയോ ക്രിസ്ത്യൻ കുട്ടിയോ സമരം ചെയ്തതായി, പ്രതിഷേധിച്ചതായി അത്തരം ഒരു ഇസ്ലാമിക സ്ഥാപനത്തിലെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചതായിട്ട് നമുക്കറിയാമോ? നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ വെറും ടെസ്റ്റ് ഡോസുകൾ മാത്രമാണ്. തുടർന്ന് ഇവരുടെ ഓരോരോ ആവശ്യങ്ങൾ ഉയർന്നു വരും. ഇതൊരു ടെസ്റ്റ് ഡോസ്. തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് തൃപ്തിപ്പെടാം. അത് കഴിഞ്ഞാൽ പുതിയ പുതിയ ആവശ്യങ്ങൾ വരും. ഈ രീതിയാണ് കാലാകാലങ്ങളായി ഇവർ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണവുമായി ജനങ്ങൾ തയ്യാറായി വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഈ കേരളക്കരയിൽ ഉണ്ടാകും.
കേരളത്തിന്റെ മതേതരത്വത്തെ സംബന്ധിച്ച് മുഴത്തിന് 300 വട്ടം അഭിമാനത്തോടുകൂടി സംസാരിക്കുന്ന നമ്മൾ ചിന്തിക്കണം, എന്താണ് ഇവർ ഈ നാട്ടിൽ ലക്ഷ്യം വെക്കുന്നത്? ഇവർ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മതേതരത്വം എന്താണ്? ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ രീതി പാടുണ്ടാവും. തങ്ങളുടേതായിട്ടുള്ള മതം ആചരിക്കാൻ, ഞങ്ങളുടെ മതം പ്രായോഗികമാക്കാൻ, അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു ആരാധനാമുറി, പ്രാർത്ഥനാമുറി വേണം. ഇത് നടപ്പുള്ള സംഗതിയാണോ? ആണോ? ഈ വിഷയത്തില് PC ജോർജ് കൃത്യമായി തൻ്റെ നിലപാടുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും പറയണം അവനവന്റെ നിലപാടുകൾ. PC ജോർജിന് പിന്നെ ഇരട്ടച്ചങ്കനാണ്, ആരെയും ഭയമില്ല. മുസ്ലിം മതമൗലികവാദികളോട് ഈരാറ്റുപേട്ടയിൽ തന്നെ ഫൈറ്റ് ചെയ്താണ് കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ. അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹമാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ്. ആ നിർമ്മല കോളേജിന്റെ ചുറ്റുമായി 3 ഒന്നാന്തരം മോസ്ക് മുസ്ലിം ദേവാലയങ്ങളുണ്ട്. അവിടെ പോയാൽ പറയാം, ഇവിടെ കോളേജിനകത്ത് വേണം. നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയം പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം നേതൃത്വമുള്ള എത്രയോ കോളേജുകൾ ഈ സംസ്ഥാനത്തുണ്ട്. മൂവാറ്റുപുഴ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമോ ഒന്നും ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നുകയറ്റത്തിന് കാരണം? ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല, പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മതസൗഹാർദ്ദ. മനസ്സിലായോ? അതായത് സുരേന്ദ്രനും PC ജോർജും ഒക്കെ കട്ടയ്ക്ക് നിന്നു ഈ വിഷയത്തിൽ. അപ്പോൾ മത നേതൃത്വത്തിന് മനസ്സിലായി പണി കിട്ടും. നമ്മളിനി മാപ്പുമായി രംഗപ്രവേശം ചെയ്യണം. ഈ കുട്ടികളെ ഓരോരുത്തരെയായി ചെന്ന് കണ്ട് കുട്ടികളുടെ മുഖം മാധ്യമങ്ങളിൽ കൊണ്ടുവരണ്ട. തൽക്കാലം സാമുദായിക ഐക്യത്തിനു വേണ്ടി നമ്മുടെ മതഗ്രന്ഥങ്ങളിലെ സ്ത്രീ വിവേചനത്തെ സംബന്ധിച്ച് ഒരാളും ചർച്ച ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി നമ്മൾ മാപ്പുമായി മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരിക. അതാണിപ്പോ കണ്ടത്. അതുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്കാർ മാപ്പുമായി രംഗപ്രവേശം ചെയ്തത്. ഇവരുടെ ഈ ഇന്റൻഷൻ കൃത്യമായും മനസ്സിലാക്കണം. ഇത് നിഷ്കളങ്കമാണ് എന്ന് ചിന്തിക്കരുത്. ഇത് മത തീവ്രവാദമാണ്. ഇവരുടെ സിരകളിലൂടെ ഓടുന്ന ആ മത തീവ്രവാദം കുട്ടികളിലൂടെ, കലാലയങ്ങളിലൂടെ സമൂഹത്തിൽ ആകമാനം സ്പ്രെഡ് ചെയ്യിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.